ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എന്തിനാണ് കാണിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പോൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, പിന്നെ അത് ചുവന്നുള്ളി, പുളി, ഉപ്പ് ഇത്രയായിട്ട് എടുത്തേക്കണേ. ഈ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇടലോ ഇതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? അടിപൊളി ചമ്മന്തി. അതൊന്ന് നോക്കാട്ടോ നമുക്ക് എങ്ങനെയാണ്. ആദ്യം പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനടപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് വറുത്ത് കൂരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇത് ഇട്ട വഴി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അങ്ങ് ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ മിക്സിയുടെ ജാറിനകത്തേക്ക് അതുപോലെ തന്നെ നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളതാ ചുവന്നുള്ളി, ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാ തുടച്ചിട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞതെന്നാണ്. കാരണം ഈ ഉള്ളിയിലുള്ള ആ ഒരു ചെറിയ ഈർപ്പം അത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എണ്ണയൊക്കെ ചാടി വൃത്തികേടാവും. അതുകൊണ്ടാണ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് തുടച്ചിട്ടിട്ട് കൊടുത്താൽ ഇപ്പം ഞാൻ തുടച്ചിട്ടിട്ട് കൊടുത്തിട്ട് തന്നെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ പാകത്തിന്. പിന്നെ അതാ പുളി എടുത്തിട്ടുണ്ട്. ഈ പുളിയും കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. പ്രത്യേക സ്വാദ് കിട്ടും. ഒന്ന് നോക്കിക്കോട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വറുത്ത് ആ വെളിച്ചെണ്ണയും പിന്നെ വറ്റൽമുളകും ചുവന്നുള്ളിയും പുളിയും ഉപ്പും എല്ലാം കൂടി മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചെടുക്കുക. എന്താ ടേസ്റ്റ്! ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്താണ്, സ്വാദ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? എൻ്റെ ഒരു കുഞ്ഞിക്കുഞ്ഞു പറഞ്ഞുകൊണ്ട് എന്നെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചത്. പോപ്കോണല്ല, സ്മെല്ല് വന്നല്ലേ. അത് ഉള്ളി ഇങ്ങനെ വറുക്കണതിൻ്റെ സ്മെല്ല് ഇട്ട് ഓടി കശി വന്നിപ്പോൾ പോപ്കോൺ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോണ്ട് പോപ്കോൺ ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേരെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ല കേട്ടോ. ഇത്തിരി എരിവ് കുറവാണല്ലോ ഇതിന്. കൊച്ചുങ്ങളൊക്കെ കഴിച്ചോളും. ഇവിടെ കുറച്ച് ദിവസമായി പറയുന്നു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. നേരത്തേക്ക് ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു മടിയാണ്. അപ്പോൾ ശരി, അപ്പോൾ നമുക്കിനി അതൊന്ന് ഫ്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. മറ്റേ അരകല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ടിട്ട് അരച്ചിങ്ങ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇതിനകത്ത് തന്നെ ചെയ്യുന്ന അരകല്ലുണ്ട്. പക്ഷേ ഇത് എളുപ്പം നോക്കിയപ്പോൾ ചെയ്യാൻ പോകാം. അപ്പോൾ സമയം 1:30 ആവാറായി. ചോറുണ്ണാൻ പോവാം. അപ്പോൾ കൂണുകറി നമുക്കുണ്ട് കേട്ടോ. പിന്നെ രസമുണ്ട്. പിന്നെ ഈ ഇത് പിന്നെ ഒരു അച്ചാറുണ്ട്. നമ്മളതാ പുളിച്ചമ്മന്തി, മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ആഹാ, കാണുമ്പോൾ തന്നെ എന്നാ ടേസ്റ്റാണ് നോക്കിക്ക്. നല്ല അടിപൊളിയായിട്ട് വായിലും എല്ലാം വരും. ചൂടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്കിനി ഞാൻ വാഴയില വാട്ടിയത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ? ഉണ്ടാക്കി നോക്കണം കേട്ടോ. വറ്റൽമുളകും വറ്റൽമുളക്, പിന്നെ വേണ്ടത് ചുവന്നുള്ളി, പുളി, ഉപ്പ്, ഇത്രയും മാത്രം മതി. വെളിച്ചെണ്ണയിലിട്ട് വറുക്കുക, മിക്സിയിൽ ജാറിനകത്തിടുക, അടിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.